ഹായ് ഹലോ ഇറ്റ്സ് മീ ഷഹന ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ദുബായിലെ ബുർജ് ഖലീഫയിലെ ഒരു റൂം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലോകത്തിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങിന്റെ ഒരു റൂം ടൂർ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നേ കാണിച്ചു തരുന്നത്. അപ്പം നേരത്തെ നമ്മൾ അറ്റ്മോസ്ഫിയർ ഹോട്ടൽ, അതായത് ബുർജ് ഖലീഫയിലെ അറ്റ്മോസ്ഫിയർ റെസ്റ്റോറൻറ്റിന്റെ വീഡിയോസ് ചെയ്തിരുന്നു. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ബുർജ് ഖലീഫയുടെ ഹോം ടൂർ ആണ് കാണിക്കുന്നത്. അഡ്രിയാൻ സ്മിത്ത് എന്ന അമേരിക്കൻ സാങ്കേതിക വിദഗ്ധനാണ് ഇതിൻ്റെ രൂപരേഖ തയ്യാറാക്കിയത്. ഏകദേശം 180 കോടി US$ ചിലവഴിച്ചിട്ടാണ് ബുർജ് ഖലീഫ നിർമ്മിച്ചത്. 828 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. ഇതൊരു വലിയ ടൗൺഷിപ്പ് പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം 900ഓളം റെസിഡൻഷ്യൽ യൂണിറ്റ്സ് ആണ് ബുർജ് ഖലീഫയ്ക്കകത്ത് ഉള്ളത്. ഇതിൽ തന്നെ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് മുതൽ 1 മുതൽ 4 ബെഡ്റൂം വരെയുള്ള സ്യൂട്ട്സ് വരെ അവൈലബിൾ ആയിട്ടുണ്ട്. 37 നിലകളിലായിട്ട് കോർപ്പറേറ്റ്സ് സ്യൂട്ട്സും 160 മുറികളുള്ള അർമാനി ഹോട്ടലും ബുർജ് ഖലീഫയ്ക്കുള്ളിലാണുള്ളത്. ബുർജ് ഖലീഫയ്ക്ക് ഒരു കർവ്ഡ് ജോമെട്രിയാണ്, അതായത് ഒരു വൈ ഷേപ്പ്. ഇത് ഹൈമെനോപോളിസ് എന്ന് പറഞ്ഞ ഒരു ഡെസേർട്ട് പ്ലാന്റ് ഉണ്ട്, അതായത് എൻ്റെ പേര് സ്പൈഡർ ലില്ലി എന്നാണ്. അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് അഡ്രിയാൻ സ്മിത്ത് ബുർജ് ഖലീഫയ്ക്ക് ഡിസൈൻ ചെയ്തത് എന്നാണ് പറയുന്നത്. ഉള്ളിൽ കയറുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ബുർജ് ഖലീഫയ്ക്കകത്ത് എലിവേറ്റേഴ്സൊക്കെ ലൈറ്റ്നിങ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. ഹോണസ്റ്റ്ലി നമ്മുടെ ഇയേഴ്സൊക്കെ ഇങ്ങനെ പോപ്പപ്പ് ചെയ്യും എവറി സിംഗിൾ മിനിറ്റിൽ. പക്ഷേ ഈ എലിവേറ്റർ ഓപ്പൺ ആയി കഴിയുമ്പോൾ ഉള്ള വ്യൂ ഭയങ്കര ബ്രെത്ത് ടേക്കിംഗ് വ്യൂസാണ്. നമുക്ക് ഈച്ച് ആൻഡ് എവറി മണി നമ്മൾ ആ ഒരു ആ വ്യൂവിന് വേണ്ടി സ്പെൻഡ് ചെയ്തത് നമുക്ക് വർത്തായിട്ട് തോന്നും. 65ാമത്തെ ഫ്ലോറിലെ കോറിഡോഴ്സ് ആണ് കേട്ടോ ഇത്. ഇതൊക്കെ നല്ല മാർബിൾ ചെയ്തിട്ട് ഡാർക്ക് വുഡ് പാനലൊക്കെ ചെയ്ത് കാർപ്പറ്റ് ചെയ്തിട്ടുള്ള ഏരിയ ആണ്. സൗണ്ട് പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ട് കാർപ്പറ്റ് ചെയ്തേക്കാണ്. ഇവിടെ ബയോമെട്രിക്സും സ്മാർട്ട് കീ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡോർ ഏരിയാസൊക്കെ ഭയങ്കര മിനിമലിസ്റ്റിക്കും ഇൻക്രെഡിബിളി ക്ലീനും ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വൺസ് അഗെയിൻ വെൽക്കം ടു 1 BHK ഹോം ടൂർ. ദിസ് ഈസ് ദ എൻട്രി വേ ദാറ്റ് ഫ്ലോസ് സ്ട്രെയിറ്റ് ഇൻ ടു ദ മെയിൻ ലിവിംഗ് ഏരിയ. ലിവിങ് സ്പേസിന് തൊട്ടടുത്തായിട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് കിച്ചൺ ഉള്ളത്. അതൊരു സെമി ഓപ്പൺ ലേ ഔട്ടാണ് കേട്ടോ. ഒരു ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ള ടോപ്പ് ടയർ ഇൻ്റഗ്രേറ്റഡ് അപ്ലയൻസസ് ഒക്കെ വെച്ച് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു നല്ല സെമി ഓപ്പൺ കിച്ചണാണ് കേട്ടോ ഉള്ളത്. മാർബിളും പ്രീമിയം വുഡ് പാനൽസും യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കിച്ചൺ ഏരിയ ഒക്കെ ഇങ്ങനെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. എൻട്രി ചെയ്യുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടുള്ളത് ഇതുപോലെയുള്ള വാഷിംഗ് മെഷീനും പിന്നെ ഡ്രയറുമാണ്. അവിടെ ബാൽക്കണി ഇല്ലല്ലോ, അപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രയറും അത്യാവശ്യം വേണ്ടിയ സാധനങ്ങളും സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു ചെറിയൊരു വാഷ്റൂമാണ് റൈറ്റ് സൈഡിലുള്ളത്. വളരെ കോമ്പാക്റ്റ് ആയിട്ട് ലക്ഷറി ആയിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു കോമൺ വാഷ്റൂമാണ് കേട്ടോ ഇത്. വളരെ ചെറിയൊരു വാഷ്റൂമാണ്. ഇതാണ് കേട്ടോ ലിവിങ് സ്പേസ്. ഇത് ലക്ഷറി ആയിട്ട് ഫർണിഷ് ചെയ്തിട്ടുള്ള ഒരു ലിവിങ് സ്പേസാണ്. അത് ഭയങ്കര ക്ലീൻ, മോഡേൺ ആൻഡ് കോസി ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ള ലക്ഷറി പീസസ് വെച്ച് മാത്രം ഡെക്കോർ ചെയ്തിട്ടുള്ള ഒരു ലിവിങ് സ്പേസാണ്. ഇതൊരു ഓൾ ആർട്ടാണ് കേട്ടോ. ഒരു വുഡൻ പീസിൽ ലേസർ കട്ട് ചെയ്തേക്കാണ്. പക്ഷെ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ എത്രമാത്രം ഭംഗി തോന്നുന്നതെന്ന് അറിയില്ല. ശരിക്കും നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. എല്ലാ പീസസും ലക്ഷറി പീസസ് ആട്ടോ ഈ ഡൈനിങ് ചെയ്തേക്കുന്നൊക്കെ സാധനങ്ങൾ. ഒരു ആഫ്റ്റർനൂൺ ടൈമൊക്കെ ആകുമ്പോഴത്തേന് ഉള്ളിലേക്ക് വരുന്ന ആ ഒരു നാച്ചുറൽ ലൈറ്റ് അത്രയും ഇൻസൈൻ ആയിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് തരുന്നത്. ഷാൻലിയേഴ്സും അതുപോലെ തന്നെ ഡെക്കോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ഓരോ പീസസും അത്രമാത്രം ലക്ഷറി ടച്ചുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇതാണ് കേട്ടോ റൂമിൽ നിന്നുള്ള വ്യൂ. ചുറ്റും MRൻ്റെ ബിൽഡിങ്സ് ആണ്. ഡൗൺ ടൗൺ ഏരിയ, പിന്നെ ഓപ്ര, താഴെയുള്ള നമ്മുടെ ബാഡ്മിൻ്റൺ കോർട്ട്, അങ്ങനെ ഫൗണ്ടൻ ഏരിയ, അങ്ങനെ താഴത്തെ ഗാർഡൻസ്, ഇതൊക്കെയാണ് ഈ റൂമിൽ നിന്നുള്ള വ്യൂ.
ഇവിടെ ഇൻഡോർ ഔട്ട്ഡോർ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പൂൾസ് ഉണ്ട്, വേൾഡ് ക്ലാസ് ജിംസ്, പിന്നെ നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാം. ദുബായ് മോളിലേക്കുള്ള ഡയറക്റ്റ് ആക്സസ് കിട്ടും. പിന്നെ ഓഫ് കോഴ്സ് ഫേമസ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഹോട്ടലിലേക്ക്, അതായത് അറ്റ്മോസ്ഫിയർ റെസ്റ്റോറൻറ്റിലേക്ക് നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാം. ഒരു സൺസെറ്റ് സമയത്ത് നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അത്രയ്ക്ക് ഭംഗിയുള്ളൊരു സൺസെറ്റ് വ്യൂ ആണ് കേട്ടോ മുറിയിലേക്ക് കിട്ടുന്നത്. വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതാണ് സെയിം ഏരിയയുടെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാം. എല്ലാ ഫർണിച്ചേഴ്സും പ്രീമിയം ആയിട്ടുള്ള ഹൈ എൻഡ് ലക്ഷറി ഫർണിച്ചേഴ്സാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്, കാർപ്പറ്റ് മുതൽ കർട്ടൻ വരെ. ബെഡ്റൂമിനെ കണക്ട് ചെയ്ത് തൊട്ടടുത്തായിട്ടാണ് ബാത്റൂം ഉള്ളത്. ഫുള്ളി മാർബിൾ ചെയ്തിട്ടുള്ള ഗ്ലാസസ് ഒക്കെ ഇട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു പ്രീമിയം ലുക്കുള്ളൊരു വാഷ്റൂമാണ്. ഒരു ഡീപ്പ് സോക്കിംഗ് ടബൊക്കെ ഉള്ള ഒരു വലിയൊരു ബാത്റൂമാണ് ഉണ്ടായിരുന്നത്. ഇതൊരു നോർമൽ 1 BHKയുടെ ലേ ഔട്ടാണ് കേട്ടോ. എല്ലാം സ്ട്രക്ചറും ഏകദേശം ബുർജ് ഖലീഫയുടെ ഒരു സ്ട്രക്ചർ വെച്ചിട്ടാണ് റൂമും ഹോൾവേസും ലിവിങ് ഏരിയയും എല്ലാം ആ ഒരു ഷേപ്പിലാണ് വരുന്നത്. പക്ഷേ ഈച്ച് ആൻഡ് എവറി കോർണർ അത്രമാത്രം ലക്ഷറിയാണ്. ഇതാണ് നൈറ്റ് വ്യൂ. നൈറ്റ് വ്യൂവിൽ നമുക്ക് ഫൗണ്ടൻ ഷോ ഒക്കെ തുടങ്ങുമ്പോൾ കാണാൻ പറ്റും. പക്ഷേ ഫുൾ വ്യൂ ഇല്ല, റൂം ഒരു സൈഡിലാണ്. അപ്പോൾ ഇതുപോലെ സൈഡ് വ്യൂസാണ് നമുക്ക് കിട്ടുന്നത്. ഓരോ ഫ്ലാറ്റിൽ നിന്നുള്ള വ്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലയിടത്ത് നമുക്ക് ഫൗണ്ടെയിൻസ് കാണാം, ഡൗൺ ടൗൺ ദുബായ് കാണാം, പിന്നെ ദുബായ് മോള് കാണാം. അങ്ങനെ ഡിപ്പെൻഡ് അപ്പോൾ നമ്മുടെ ഫ്ലാറ്റ് ഏത് ഏരിയയിലുള്ളത് എന്നനുസരിച്ചിട്ടായിരിക്കും ആ വ്യൂ ഡിഫറെൻ്റ് ആവുന്നത്. പക്ഷേ എല്ലാ വ്യൂസും ലക്ഷറി വ്യൂസ് തന്നെയാണ്. ബുർജ് ഖലീഫയിലുള്ള അറ്റ്മോസ്ഫിയർ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതോടെ കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. Thanks for watching.